ഞാനുണ്ടല്ലോ ഒരുപാട് മാങ്ങാച്ചാറൊക്കെ സെർച്ച് ചെയ്ത് നോക്കിട്ടോ. അതിൽ നിന്നൊന്നും ഞാനിപ്പോൾ ഈ ഒരു മാങ്ങാച്ചാറിൽ ചേർത്തിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ആരും തന്നെ ചേർത്തിട്ടില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു മാങ്ങാച്ചാറിൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യണതും. മാങ്ങാച്ചാറൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുകയും ചെയ്യും. പോരാത്തതിന് മാങ്ങ ഇഷ്ടം പോലെ കിട്ടുന്നൊരു ടൈമും കൂടെയാണല്ലേ. അപ്പോൾ ഇനി ആരും മാങ്ങാച്ചാർ ഉണ്ടാക്കുമ്പോൾ ഇതുപോലല്ലാതെ ഉണ്ടാക്കി വെക്കേണ്ട കേട്ടോ. നമ്മളിതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ആ ഒരു വക സാധനങ്ങളൊന്നും ചേർക്കാതെ നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്നതിനേക്കാളും ഒരുപാട് നിങ്ങൾ ആരും ഇതുവരെ ഇങ്ങനൊരു ടേസ്റ്റ് അപ്പം ഇങ്ങനെയപ്പോൾ നിങ്ങൾക്ക് ടേസ്റ്റ് കാണിച്ചു തരാൻ പറ്റൂലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നിങ്ങൾ ഉണ്ടാക്കി രുചിച്ച് നോക്കുമ്പോഴായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പരമാവധി നിങ്ങൾ ആരൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കുന്നുള്ളത് 100% ഉറപ്പാണ് കേട്ടോ. കാരണം അത്രക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി മാങ്ങാച്ചാറാണ് നമ്മളിന്നിവിടെ റെഡിയാക്കുന്നത്. ഇത് നമുക്ക് 1 വർഷം വരെ എന്നല്ല 10 വർഷം തന്നെ ഇത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചാലും യാതൊരുവിധ കേടും സംഭവിക്കൂല കേട്ടോ. അങ്ങനെ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ടും അച്ചാർ പൂപ്പലൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അച്ചാർ ഇടുന്ന സമയത്ത് മാങ്ങയിൽ ചെയ്യേണ്ട ഒരു സൂത്രം ഇതാണ്. അധികം ആളുകൾക്കും ഇതറിയില്ല. അധികം ആളുകളും മാങ്ങ അങ്ങോട്ട് എടുക്കും, കഴുകും, എന്നിട്ട് ചെത്തി വേഗം അച്ചാറിടാൻ വേണ്ടി ഒരുങ്ങും. പക്ഷേ നമ്മൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് മാങ്ങ നല്ലോണം കഴുകിയതിന് ശേഷം ഇതുപോലൊരു കോട്ടൻ്റെ ടവലൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം ഒരു ഈർപ്പം പോലും ഉണ്ടാവാത്ത രീതിയിൽ നമ്മൾ നല്ലോണം തുടച്ച് ക്ലീൻ ആക്കിയിട്ട് വേണം കേട്ടോ മാങ്ങയുടെ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്യുക. ഇനിയും ഇതിൽ ഒരുപാട് കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ചേരുവ ഞാൻ പറഞ്ഞല്ലോ, ഇതുവരെ ഞാൻ യൂട്യൂബിലൊക്കെ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കി മാങ്ങ അച്ചാറുകളിൽ ആരെങ്കിലും ഞാൻ ഈ ചേർത്തിട്ടുണ്ടോയെന്ന്. ആരും ചേർത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് കണ്ടോളൂ. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ഉണ്ടാക്കി നോക്കും. ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾ എന്നെ ചെയ്യും കേട്ടോ. കാരണം ഇത് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി ഇതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ ആ മാങ്ങൊക്കെ നല്ലപോലെ കഴുകി തോർത്തി ഒരു തുള്ളി വെള്ളമില്ലാതെ തോർത്തിയിട്ട് ഞാൻ കട്ട് ചെയ്യുന്ന രീതിയും കൂടെ പറഞ്ഞുതരാം കേട്ടോ. കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഇതുപോലെ ആ മാങ്ങൻ്റെ അണ്ടി മാറ്റിയെടുക്കണം. അപ്പാപ്പുളിയായിട്ടും സൈഡ് ഭാഗമായിട്ടൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ചെത്തിയെടുക്കുക. ഇനി ഈ അണ്ടി ഉണ്ടല്ലോ ഇത് കളയണ്ട കേട്ടോ. ഇത് കളയാനാണ് നിങ്ങളെ ഭാവം എന്നുണ്ടെങ്കിൽ ഇതിന് മുകൾ ഭാഗത്തൊക്കെ ഉള്ള കാമ്പൊക്കെ ഒന്ന് ചെത്തിയെടുത്തോളൂ. ഞാനിപ്പോൾ ചെത്തിയെടുക്കാത്തതിൻ്റെ കാരണം ഇത് വെച്ചിട്ട് ഞാൻ നല്ലൊരു മധുരമുള്ള ഒരു വിഭവം തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോക്ക് താഴെ ഒരു കമൻറ്റ് ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വേണ്ട ആരും കമൻറ്റ് കാണുന്നില്ലെങ്കിൽ ഞാൻ തന്നെ കഴിക്കൂട്ടോ, നിങ്ങൾക്ക് വേണ്ടാഞ്ഞിട്ടല്ലേ. ഏതായാലും ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുള്ള ഈ ഒരു അച്ചാർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 കിലോ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരു മാങ്ങ മൂവാണ്ടൻ മാങ്ങയാണ് കേട്ടോ. ഏത് മാങ്ങ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. കോമാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം. നല്ല നാടൻ പുളിച്ച് മാങ്ങ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങനെ എടുത്തോളൂ കേട്ടോ. പിന്നെ ഈ ഒരു മാങ്ങ നല്ല കണ്ണിമാങ്ങയല്ല, എന്നാലോ നല്ലോണം ചെനച്ച് പൊഴുക്കാറായ മാങ്ങയല്ല, എന്നാലും നല്ലോണം അണ്ടിയൊക്കെ കൂട്ടിയ ചെനക്കാനായിട്ടുള്ള മാങ്ങയാണ് കേട്ടോ. ആ ഒരു ചെനപ്പ് വരുന്ന ആ മാങ്ങ വെച്ചിട്ട് നിങ്ങൾ അച്ചാറിട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ രുചി നിങ്ങൾക്ക് പ്രത്യേകിച്ച് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ മാങ്ങക്ക് നല്ലോണം ചെനപ്പൊക്കെ പിടിച്ച സമയമാണല്ലോ, അപ്പോൾ അത് തന്നെ നോക്കിയിട്ട് എടുക്കുക. അങ്ങനെ മാങ്ങ നുറുക്കലൊക്കെ കഴിഞ്ഞിട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2-3 ടേബിൾ സ്പൂണ് ഉപ്പ് ചേർത്തിട്ട് ഒന്ന് കുടഞ്ഞെടുക്കണം. കൈ കൊണ്ട് കഴിയണതും നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ ചകയാതിരിക്കുകയാണ് നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിൽ കൈ വെച്ചിട്ട് തന്നെ കുഴച്ചെടുത്തോളൂ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കുടഞ്ഞെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ 1-2 സംഭവങ്ങൾ ചേർക്കുന്നുണ്ട്. അതിൽ സാധാരണ അധികം ആളുകളും അച്ചാറിടുമ്പോൾ ചേർക്കുന്ന ഒരു ഇൻഗ്രീഡിയൻസ് ഞാൻ ഈ ഒരു സമയത്ത് ചേർക്കുന്നുണ്ട് കേട്ടോ. അത് വേറെ ഒന്നല്ല, നമ്മളെല്ലാവരുടെ വീട്ടിലും സാമ്പാറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു സംഭവമാണ്. അതായത് നമ്മുടെ സാമ്പാർ കായത്തിൻ്റെ പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അത് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അങ്ങോട്ട് ഒഴിവാക്കിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. എന്തായാലും അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചി ഉണ്ടാവും.
അപ്പോൾ ഈ ഒരു സമയത്ത് വേണം കേട്ടോ ഇത് ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ അച്ചാറൊക്കെ ഇട്ട് കഴിയുന്ന സമയത്തൊക്കെ അധികം ആളുകളും ചേർക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ ചേർക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് എത്രത്തോളം മാറ്റമുണ്ട് നമ്മളെ സാധാരണ അച്ചാറൊന്നും. പക്ഷേ ഇതല്ല കേട്ടോ നമ്മുടെ ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ്. അത് ലാസ്റ്റായിട്ടാണ് ചേർക്കാം. ലാസ്റ്റല്ല, ഒരു നടുവിലൊക്കെ ആയിട്ട് നമ്മൾ ചേർക്കും. അപ്പോൾ ഇതാ നല്ലോണം ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കട്ടോ. ആ ഒരു ഉപ്പും കായും എല്ലാം കൂടെ ഈ ഒരു മാങ്ങയിൽ നല്ലോണം ഒന്ന് പിടിക്കട്ടെ. ഒരു കുറച്ച് സമയം ഞാൻ അതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് സമയമൊന്നും വെക്കണമെന്നില്ല. സമയം ഉണ്ടെങ്കിൽ എത്ര സമയം വെച്ചാലും കൂടുതൽ ടേസ്റ്റ് കൂടെ ഉള്ളൂ. പക്ഷേ എനിക്കിപ്പോൾ ഇത് വേഗം ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് സമയമൊന്നും വെക്കാത്തത്. ഫ്രിഡ്ജിലൊന്നും വെക്കുന്നുമില്ല, പുറത്തേ വെക്കുന്നുള്ളൂ. എന്നാലും നമ്മൾ വിചാരിച്ച ആ രീതിയിലുള്ള വെള്ളമൊക്കെ ഇതിന് ഇറങ്ങി വരും. ആ ഒരു സമയം കൊണ്ട് ഇതാ നമുക്ക് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് കടുക് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് വറവാകുന്ന ടൈമിൽ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റ് മാറി മറിയുന്ന ഒരു സംഭവമാണ് ഏലക്ക. അപ്പോൾ ഏലക്ക ചേർക്കുന്നു എന്ന് അറിയുമ്പോൾ ഒരുവിധ ആളുകളൊക്കെ വിചാരിക്കും അയ്യോ അച്ചാറിലേക്ക് ഏലക്കയോന്ന്. അത് നിങ്ങളാരും ആ ഒരു അത്ഭുതം വിചാരിക്കണ്ട കേട്ടോ. കാരണം നമ്മുടെ അച്ചാർ റെഡിയാക്കി എടുക്കുന്ന സമയത്ത് ഒരുപാട് ഏലക്കയൊന്നും ചേർക്കാതെ ഒരു 2 കിലോ മാങ്ങയൊക്കെ വെച്ച് ചെയ്യുമ്പോൾ 2 ഏലക്കായി. ഇനിയിപ്പോൾ ഒരു 1.5 കിലോ മാങ്ങ 1 കിലോനാണെങ്കിലും 1 ഏലക്കായൊക്കെ ഇതുപോലൊന്ന് ഈ ഒരു ഉലുവയും കടുകൊക്കെ വറുക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് ഇട്ടിട്ടൊന്ന് വറുത്തിട്ട് ഇതുപോലൊരു അച്ചാർ റെഡിയാക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ ഇത് എത്രത്തോളം നമ്മൾ അറിയാതെ പോയി എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഉലുവയും കടുകൊക്കെ 2 ടേബിൾ സ്പൂണ് കടുക് നമ്മൾ വറുക്കുമ്പോൾ 1 ടേബിൾ സ്പൂൺ ഉലുവയായിട്ടോ പാടുള്ളൂ. അതുപോലെ തന്നെ 1 ഏലക്കയെ പാടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചൂടാറിയതിന് ശേഷം നല്ല ഡ്രൈ ആയിട്ടുള്ള മിക്സിഡ് ജാർ എടുക്കട്ടോ. ജാറ് ഒട്ടും നനവുണ്ടാവാൻ പാടില്ല. എന്നിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ മാങ്ങയെ നിങ്ങൾ കണ്ടല്ലോ നല്ലോണം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. അതാ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ്. ഇത് നമ്മൾ ചില ആളുകളൊക്കെ മുളക് പൊടിയും പുരട്ടി വെക്കാറുണ്ട് കേട്ടോ ഈ ഒരു ടൈമിൽ. ഞാനിപ്പോൾ അതൊന്നും ചെയ്തിട്ടില്ല. ഇങ്ങനെ തന്നെ കഴിക്കാം. ഇനിയിപ്പോൾ ഇത് നമ്മളൊരു കുപ്പിയിലൊക്കെ ആക്കി വെച്ചാൽ തന്നെ കഞ്ഞിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ ഇത് നമ്മൾ പ്രത്യേകിച്ച് ഇതിന് രുചി കൂടിയത് എന്താ അറിയോ, ആ ഒരു മാങ്ങയിൽ ഉപ്പും പിന്നെ ആ ഒരു കായപ്പൊടി ഉണ്ടല്ലോ അതിൻ്റെ ആ ഒരു കായപ്പൊടി ആ മാങ്ങയുടെ പുളി എല്ലാം കൂടുമ്പോൾ എൻ്റെ പൊന്നോ പറഞ്ഞറിയിക്കാൻ വയ്യ കേട്ടോ. നമുക്ക് പറയുമ്പോൾ തന്നെ വായിൽ കപ്പലോടുള്ള വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഞാനിപ്പോൾ ഈ ഒരു സമയത്ത് പൊടികൾ എടുത്ത് വെക്കുന്നതിൻ്റെ കാരണം എന്താ അറിയോ, നമ്മൾ ഏതായാലും പൊടിൻ്റെ അളവൊന്ന് പറഞ്ഞുതരാം. എന്നിട്ട് ഞാൻ കാരണം കൂടെ പറഞ്ഞുതരാം കേട്ടോ. ഞാനൊരു 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും ഒരു 2 ടേബിൾ സ്പൂണ് ഒരു 1.5 ടേബിൾ സ്പൂണിലേറെ ഉണ്ടാവും. 2 ടേബിൾ സ്പൂൺ അങ്ങോട്ട് തികയൂല. അത് ഒരു എരിവുള്ള മുളക് പൊടിയാണ്. പിന്നെ ഇതാ 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും. ഇത് ഞാൻ എടുത്ത് വെച്ചതിൻ്റെ കാരണം എന്താ അറിയോ, നമ്മൾ ഇതുപോലെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് ഞാനിപ്പോൾ നല്ലെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾ നല്ലെണ്ണയിൽ തന്നെ അച്ചാർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മൾ കൂടുതൽ കാലം സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ മസ്റ്റായിട്ടും നല്ലെണ്ണ തന്നെ എടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ഓയിൽ ഒക്കെ ചേർക്കാം. നമ്മൾ കുറച്ച് ദിവസത്തേക്കൊക്കെ അച്ചാറിട്ട് വെക്കുമല്ലോ അങ്ങനെയുള്ള സമയത്ത്. അപ്പോൾ ഇതാ ഞാൻ ആ എണ്ണയിലേക്ക് കുറച്ച് 1 ടേബിൾ സ്പൂൺ കടുക് ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കണം എന്താ വെച്ചാൽ ഇഞ്ചില്ല, പച്ചമുളകില്ല, വെളുത്തുള്ളില്ല, ഒന്നുമില്ല. ഒരു സ്പെഷ്യലായിട്ട് ഒരു 2 പച്ചമുളകും 2-3 തണ്ട് കറിവേപ്പിലയും ഇത്രേ ചേർക്കണുള്ളൂ കേട്ടോ. ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ കേട്ടോ നമുക്ക് ഈ ഒരു പൊടികൾ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ പൊടികളൊക്കെ പെട്ടെന്ന് നല്ല തിളച്ച എണ്ണയാണ്, അതുകൊണ്ട് തന്നെ നമ്മളെ പൊടികളൊക്കെ പെട്ടെന്ന് കരിയാനും സാധ്യതയുണ്ട്. അഥവാ അങ്ങനെ കരിഞ്ഞു കഴിഞ്ഞാൽ മക്കളെ ഈ ഒരു അച്ചാറിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോട്ടോ. അതുകൊണ്ട് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇതൊക്കെ ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്കിതിലേക്ക് സുർക്ക ഒരു 2-3 ടേബിൾ സ്പൂണിന് സുർക്ക ഒഴിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ഇതാ നല്ലൊരു റെഡ് കളറായിട്ട് വരും, നല്ലോണം തിളച്ച് വരും ചെയ്യും കേട്ടോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഫ്ലെയിം വേണമെങ്കിൽ ഒന്ന് ഓൺ ചെയ്യാം. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്യുന്നതിൻ്റെ മുമ്പായിട്ട് തന്നെ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു മാങ്ങ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഒരു വെള്ളമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ. അത് വേറെ മാറ്റി വെക്കാനോ ഒന്നും നിൽക്കണ്ട. എന്നിട്ട് ഞാനിതാ ഫ്ലെയിമൊക്കെ ഓൺ ചെയ്തു.
നമുക്ക് നല്ലോണം ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഉപ്പ് പോരായ്മ അതുപോലെ തന്നെ സുർക്ക പോരായ്മ ഒക്കെ ഉണ്ടോയെന്ന് ഈ ഒരു ടൈമിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ പൊടികളൊക്കെ ആദ്യമേ എടുത്ത് വെച്ചതിൻ്റെ കാരണം ഞാൻ എന്താ അറിയുക പറഞ്ഞു തന്നെ, നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ഇതൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ ഒരു പൊടിയും കൂടെ കുപ്പിയിൽ നിന്നൊക്കെ എടുക്കുമ്പോഴേക്കും ഓരോ പൊടികൾ നമ്മളിപ്പോൾ മുളക് പൊടി ഇട്ടു, വേറെ നമ്മൾ കാശ്മീരി മുളക് പൊടി എടുക്കാൻ പോകുമ്പോഴേക്കും ആ ഒരു മുളക് പൊടി നല്ലോണം കരിയും, അത് ഉറപ്പാണ്. പിന്നെ മഞ്ഞൾപ്പൊടി എടുക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ ആദ്യമേ എടുത്ത് വെച്ചാൽ എന്താ പറയുക, നമ്മൾ ഈ കറിവേപ്പ് ഇതെല്ലാം തിളച്ച എണ്ണയിലേക്ക് എല്ലാം കൂടെ ഇട്ടിട്ട് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് ഇളക്കിയെടുക്കുക. ആ ഒരു സമയത്ത് നമുക്ക് വിനാഗിരി ഒഴിച്ചും കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇതൊരിക്കലും കരിഞ്ഞു പോവില്ല. എന്നാൽ നമ്മുടെ പൊടികളൊക്കെ ആ ഒരു എണ്ണയൊക്കെ ഇടുന്നിട്ട് ഒരു കറക്റ്റ് രുചിയിൽ നമുക്ക് ആ ഒരു അച്ചാറിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടല്ലോ അത് കിട്ടുകയും ചെയ്യും കേട്ടോ. അതിൻ്റെ പേരിലാണ് നമ്മൾ പൊടികളൊക്കെ ആദ്യം തന്നെ എടുത്ത് വെക്കുന്നത്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്കിതാ നല്ലോണം ഇളക്കിയതിന് ശേഷം അതിലേക്ക് കുറച്ചും കൂടെ സുർക്ക ഒഴിച്ചു കൊടുത്ത് ഫ്ലെയിമൊക്കെ കൂട്ടി കൊടുത്ത് ഒന്ന് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളക്കുക കേട്ടോ. ഒരുപാട് അങ്ങോട്ട് തിളക്കാനൊന്നും നിൽക്കരുത്, ജസ്റ്റ് ഒന്ന് തിളക്കാനേ പാടുള്ളൂ. ഒരുപാട് തിളച്ച് കഴിഞ്ഞാൽ മാങ്ങ ഒരുപാട് വെന്ത് പോവും. അങ്ങനെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു മാങ്ങാച്ചാർ ഒരു കായം പോലെ ആയിരിക്കും, പിന്നെ ഒരു വിരകിയ പോലെയാണ്. ഒരുപാട് ആളുകൾക്കുള്ള പ്രശ്നം അതാണല്ലോ, മാങ്ങ അച്ചാർ വിരകിയ പോലെ ആവുകയാണ്. അപ്പം ഒരുപാട് വേവണ്ട. ഇനി നമ്മളിത് എടുത്ത് വെക്കാൻ ടൈമിൽ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഉലുവൻ്റെയും കടകൻ്റെയും ഏലക്കായൻ്റെ എല്ലാം കൂടെയുള്ള ആ ഒരു പൊടി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് പിന്നെ തിളക്കാനൊന്നും നിൽക്കണ്ട കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വെക്കാം. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ ഒരുപാട് വെള്ളമൊന്നുമില്ല കേട്ടോ, ആ ഒരു സുർക്കൻ്റെ വെള്ളമേ ഉള്ളൂ. നിങ്ങൾ അച്ചാർ സെയിൽ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ ഏത് രീതിയിലാണോ നിങ്ങൾ അച്ചാർ ഉണ്ടാക്കിയെടുക്കാറുള്ളത് എങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് സെയിൽ ചെയ്ത് നോക്കേണ്ടി കേട്ടോ. ഒരു കുപ്പി അവർ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വീണ്ടും എപ്പോഴും ഓർഡർ ആയിരിക്കും. കാരണം അത് ഈ ഒരു അച്ചാർ ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അച്ചാറൊക്കെ കച്ചവടം ചെയ്യുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ട് തുടങ്ങിക്കോളി കേട്ടോ. അപ്പോൾ ഇതാ അച്ചാർ ഞാൻ വാങ്ങി വെച്ച് ഏകദേശം ഒരു അരമണിക്കൂറൊക്കെ ആയപ്പോഴേക്കും നല്ലോണം തണുത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ഗ്രേവി നല്ല വെള്ളത്തോട് കൂടിയുള്ള അച്ചാറാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വിനാഗറോ അതല്ലെങ്കിൽ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് നീട്ടിയെടുക്കാം. പക്ഷേ ഇങ്ങനെയാണ് നമുക്ക് അച്ചാർ വേണ്ടത് കേട്ടോ. നല്ലൊരു ഗ്രേവിയോട് കൂടി നല്ല തിക്കായിട്ട് ആണ് ഉണ്ടാക്കിയെടുക്കുന്നത്, നമുക്ക് കേടാവാതിരിക്കാനൊക്കെ നല്ലത്. അപ്പോൾ ഇതാ ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഉപ്പുണ്ടോയെന്നൊക്കെ നോക്കാം, സുർക്കപ്പുളി ഉണ്ടോയെന്നൊക്കെ നോക്കാം, ഒക്കെ പറ്റും. അടിപൊളിയാണ് കേട്ടോ. പക്ഷെ നമ്മൾ അച്ചാർ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ പറയുക, അച്ചാറിൽ പൂപ്പൽ വരാതിരിക്കാനും കേടാവാതിരിക്കാനൊക്കെ അച്ചാർ നമ്മൾ സ്റ്റോർ ചെയ്തെക്കാൻ വേണ്ടിയിട്ടുള്ള കുപ്പി ഉണ്ടല്ലോ, പ്ലാസ്റ്റിക് കുപ്പി എടുക്കാതിരിക്കുക. അത് നമുക്ക് ഒരുപാട് അസുഖങ്ങൾ വരുത്തുന്നൊരു സംഭവമാണ് പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പി ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് അച്ചാറൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരുപാട് കാലത്തേക്കൊക്കെയാണ്. പിന്നെ അതിൽ പുളി, എരു, ഉപ്പ് എല്ലാം ചേർന്നതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്കും അതായിട്ട് യാതൊരു വിധത്തിലും യോജിക്കൂല കേട്ടോ. അസുഖങ്ങൾ വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം എന്ത് ചെയ്യുക, ഇതുപോലുള്ള നല്ല പൊട്ടുന്ന കുപ്പി എടുക്കുക. അത് നല്ലോണം ഈർപ്പൊക്കെ ഉണ്ടോ നോക്കിയിട്ട് നല്ല ഉണങ്ങിയ ടവലൊക്കെ വെച്ചിട്ട് തുടച്ചതിന് ശേഷം സമയം കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് വെയിലത്തൊക്കെ വെച്ചിട്ട് കുപ്പി നല്ലോണം ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം ഇതുപോലെ കുപ്പിയിലാക്കിയിട്ട് എന്ത് ചെയ്യുക, ഇതിപ്പോൾ 1 കിലോൻ്റെ കുപ്പിയുണ്ട്, 1 കിലോ അച്ചാറോളം ഉണ്ടത്. ഒരുപാട് പൈസൻ്റെ മുതലുണ്ട് കേട്ടോ. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒത്തിരി അച്ചാറുണ്ടാവില്ലേ, ആ ഒരു ഇതിൽ അതിന് എന്തൊരു വില, എന്നാൽ ഈ ഒരു രുചി കിട്ടുമോ ഇല്ല. അപ്പോൾ നമുക്ക് എന്താ അറിയോ, അച്ചാർ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലരൊക്കെ നല്ലെണ്ണ മുകളിൽ ഒഴിച്ചെടുക്കും. നമുക്ക് അതിനൊന്നും ആവശ്യമില്ല. ഞാൻ ചെയ്ത പോലെ ആ ഒരു കയ്യിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോഴേക്കും അതിലുള്ള എണ്ണയൊക്കെ നേരെ മുകളിലേക്ക് ഇതാ കണ്ടല്ലോ കയറി വരും. ഇനി ഒരു കേടും ആവില്ല. ഒന്ന് മൂടി വെച്ചിട്ട് നിങ്ങൾക്ക് പുറത്തന്നെ വെക്കട്ടോ. അടിപൊളി ടേസ്റ്റാണ് മക്കളെ. വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ലൈക്കൊക്കെ തരി. പിന്നെ നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്ന ആളുകളെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒന്ന് ചെക്ക് ചെയ്താൽ അതിൽ ഫേസ്ബുക്കിൽ നിന്നുള്ള ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ എങ്ങോട്ടും നോക്കേണ്ട ആ ഒരു ഫേസ്ബുക്ക് പേജിലേക്ക് എത്തും. അവിടെ നിങ്ങൾ പേജിനൊരു ലൈക്കൊക്കെ ചെയ്യട്ടോ. നിങ്ങൾ പിന്നെ ഒന്ന് ഫോളോ ചെയ്യ്, പരമാവധി ആളുകളിലേക്കൊന്ന് ഷെയർ ചെയ്യട്ടോ. ഈ വീഡിയോ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യും, അതെനിക്ക് യാതൊരു സംശയമില്ല. പക്ഷേ നിങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ്
നിങ്ങൾ വിചാരിക്കണ്ടാവും അച്ചാറൊക്കെ ഇപ്പം എല്ലാവരും ഉണ്ടാക്കണല്ലേ. പക്ഷെ അതങ്ങനെയല്ല കേട്ടോ, ഒരു അടിപൊളി അച്ചാറാണ് കേട്ടോ അത് നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യട്ടോ. നിങ്ങളിതുപോലുള്ള അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ടോ, ഏലക്ക ചേർത്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടോ? അപ്പോൾ നിങ്ങൾ ഏലക്ക ചേർത്ത് കഴിഞ്ഞാൽ ഒരുമാതിരി രുചിയാണെന്നൊന്നും വിചാരിക്കണ്ട, ഒരുപാട് ചേർക്കരുതെന്നേ ഉള്ളൂ. ഏത് കാര്യത്തിലും നമ്മൾ അമിതമാവാഞ്ഞാൽ മതിയല്ലോ. അപ്പം നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കുക. ഇൻഷാ അല്ലാഹ് നാളെ 2 മണിക്ക് ഇതിനേക്കാളും നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളെ മുന്നിലേക്ക് എത്താം. അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.